പുള്ളിക്കാരിയെ കാണാൻ അസിനെ പോലെയും നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിനെ കാണാൻ സൂര്യയെ പോലെയും. ഈ കൊല്ലം ഒരുത്തന്റെ ഭാര്യയാണ് ഇവള് എന്നാ പറയുന്നത്. അമ്മച്ചി ഭയങ്കര ഫോമിലാണ്. മനേ സ്വീപ്പ് ചെയ്തോണ്ടാ ഞാൻ പറയണേ. ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനമില്ല, എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല. ശശികലാമ്മയുടെ മാന്യത പാലിച്ചുകൊണ്ട് ശശികലാമ്മ സംസാരിച്ച സംസാരമാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. സാധനം പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി വരുമ്പോ ഇതിങ്ങനെ അങ്ങോട്ട് മൂടുക. നീ പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈൽ വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ നീ എന്നെ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ല നോക്കേണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിനോടപ്പുറമുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കിട്ടും, നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പടപടയെന്ന് കാണാൻ പറ്റും. അപ്പോൾ ബെല്ലൈക്കൺ നിൽക്കണ അടിച്ചു വെക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് കയറി എന്തെങ്കിലും കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ റീച്ച് ആകാനായിട്ട് നമ്മളെ ചെറിയ രീതിയിൽ സഹായിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുവാണ്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രേണുസുതിയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇന്ന് രേണുസുതിയെ അനുകൂലിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മളുടെ ചാനലിൽ നിരവധി വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിലും കൂടുതലും രേണുസുതിയെ പ്രതികൂലിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്ന് രേണുസുതിയെ അനുകൂലിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രേണുസുതി ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നിൽക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഈ രേണുസുതിയെ കുറിച്ച് I2I എന്ന് പറയുന്ന ചാനലിലേക്ക് ഒരു ചേച്ചി അല്ല ഒരു അമ്മച്ചി വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം അമ്മച്ചി ആരാണ് എന്നൊക്കെ കേട്ടിട്ട് കാര്യങ്ങൾ കേൾക്കാം. അതിനുശേഷം രേണുസുതിയുടെ മറുപടി പറയാം. അത് കഴിഞ്ഞ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം നമുക്ക് എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഞാൻ ശശികല ചാർത്തിയ ദീപാവരണം തനം. ശശികലയ്ക്ക് 57 വയസ്സുണ്ട്. ശശികല അമ്മച്ചി. ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ്. നമ്മൾ 10,450 രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. കണ്ട എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേര് നാട്ടിലുണ്ട്. ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപിള്ള കോപ്രായം കാണിക്കുന്നത്? ഈ കൊല്ലം ഒരുത്തന്റെ ഭാര്യയാണ് ഇവള് എന്നാ പറയുന്നത്. അമ്മച്ചി ഭയങ്കര ഫോമിലാണ്. രേണുസുതിയെ കുറിച്ചിട്ടാണ് നമുക്ക് വരെ തെറ്റിപ്പോയി. രേണുസുതിയെ കുറിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. രേണുസുതിയുടെ റീലുകൾ ശരിയല്ല, ഇവിടുത്തെ നല്ല പിള്ളേർ നല്ല സുന്ദരമായ റീലുകൾ ഇടുന്നു. ഇവർ എന്ത് കോപ്രായി കാണിക്കുന്നത്? കുറെ അശ്ലീല സാധനങ്ങളൊക്കെ പറയുന്നു. അതായത് അമ്മമ്മയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഫ്രസ്ട്രേഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ നമുക്ക് ലാഗടിപ്പിക്കേണ്ട കേൾക്കാം. എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അടിഞ്ഞാടി നടക്കുന്നത്? നിങ്ങൾക്ക് മര്യാദക്ക് തൊഴിലുറപ്പിന് പോകാൻ പാടില്ലേ? കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമായ ഒരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ 10,50 രൂപക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഓരോ ഇപ്പൊ യുദ്ധം നടക്കുന്നത് നമ്മൾ രാത്രി അതൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോഴാണ് ഈ സ്ത്രീയുടെ അഴിഞ്ഞാട്ടം നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. സദാചാര ബോധമുള്ള ഒരു അമ്മൂമ്മ എന്ന നിലയ്ക്ക്, ഒരു അമ്മച്ചി എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് നമ്മുടെ പേര് പറഞ്ഞത് ശശികല ഇവിടെ സംസാരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 400 രൂപയ്ക്കൊന്നും ചാർജ് ചെയ്യണമെന്നില്ല. 199, 200 രൂപ ഉൾപ്പെടെയുള്ള ചാർജുകൾ ഉണ്ടാകും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നെറ്റിന് പിശുക്ക് ഉപയോഗിക്കും. അപ്പൊ നമ്മളിത് കാണത്തില്ല. പിന്നെ റീൽസിൽ നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള സാധനങ്ങൾ കാണാൻ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അമ്മമ്മ ചെയ്യേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂസ് ചാനലുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തല്ല, ഫോളോ ചെയ്ത് വെക്കുക. മാക്സിമം യൂട്യൂബിൽ കയറി വാർത്താ ചാനലുകൾ ലൈവ് മാത്രം കാണാം. ഇതൊന്നും കാണണ്ട. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്തെങ്കിൽ കളയുക. നമ്മൾ കുറ്റം പറയാൻ കാണുന്ന ചേച്ചിക്കും കുറ്റം പറയാം. ചേച്ചി പറഞ്ഞോ. പെൺകുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ ചെന്ന് നമിക്കുന്ന രീതി എത്രയോ കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ. അല്ലെ ആ റീല് ചെയ്താൽ അതിലൊരു നമുക്ക് തരാൻ ഒരു മെസ്സേജോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. റീല് ചെയ്യുമ്പോഴത്തേനും മെസ്സേജ് കൊടുക്കണം. നിങ്ങൾ ഏത് റീല് ചെയ്താലും നിങ്ങൾ മെസ്സേജ് കൊടുക്കണം. കുറഞ്ഞ പക്ഷം ചേച്ചിയുടെ ഡേറ്റയിൽ നിന്ന് ഇത്ര ശതമാനം ചേച്ചി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള മെസ്സേജെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കണേ. അല്ലാത്തൊരു റീല് ചെയ്യരുതേ നിങ്ങൾ ചുമ്മാ അമ്മമ്മയുടെ സമയം മെനക്കെടുത്താനായിട്ട്. കാണത്തില്ലേ? അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യ റായിയെ പോലെ സൗന്ദര്യവും എല്ലാവർക്കും ഉണ്ടാവും. അവർക്കും ജീവിക്കണമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും അവർക്കും ആഗ്രഹമില്ലേ? ഐശ്വര്യ റായി ആയെന്ന് പറഞ്ഞ് എല്ലാവരും ചെന്നാൽ നടക്കുക സാറേ. ഇത് ഞാൻ സാറിനോട് പറയുമ്പോൾ എന്റെ ഒരു മനേ സ്വീപ്പ് ചെയ്തോണ്ടാ ഞാൻ പറയണേ. ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനമില്ല, എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല. ശശികലാമ്മയുടെ മാന്യത പാലിച്ചുകൊണ്ട് ശശികലാമ്മ സംസാരിച്ച സംസാരമാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞാൽ നമ്മൾ റീലുകളിലെല്ലാം ചിത്രീകരിക്കുന്ന, സീരിയലുകളിലെല്ലാം ചിത്രീകരിക്കുന്ന ഒരു ചന്തമേരി സ്റ്റൈലിലാണ് അമ്മമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മമ്മയുടെ സ്റ്റൈല് ബാക്കിയേക്കാം. കമന്റ് ഒന്ന് നോക്കുക. ആമ്പിളാര് വിളിക്കണ തെറി കേട്ട ഒരു മനുഷ്യൻ തയ്ക്കുക.
ഇന്നലെ മിനിഞ്ഞാന്നും അതിന്റെ 2-3 ദിവസത്തിനൊപ്പം ആളുകൾ ഇളകിയിട്ടുണ്ട്. ഇന്ന് ഒത്തിരി പെണ്ണുങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആണുങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ നടുക്ക് ഈ നമ്മുടെ ദാസേട്ടനോട് റോഡിന് നടുക്ക് കളിച്ചതാ. ഇപ്പൊ ഈ അമ്മാമ്മ പറയുന്ന ആണുങ്ങൾ വിളിക്കുന്ന തെറി കേട്ട് കഴിഞ്ഞാൽ പറ്റ തള്ള സൈക്കോളുടെ അതിന്റെ പൊന്നുടാവോ എന്നാ പറയുന്നത്. അതായത് അമ്മാമ്മ രേണുസുധിയുടെ വീഡിയോ കാണുന്നു. അമ്മാമ്മയ്ക്ക് രേണുസുധിനെ ഇഷ്ടമല്ല. നമ്മൾ രേണുസുധീന്റെ വീഡിയോ കാണുന്നത് നമുക്ക് റിയാക്ട് ഉള്ള സാമാനം കാണുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മമ്മ രേണുസുധീന്റെ വീഡിയോ കാണുന്നു, അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മമ്മ ഇങ്ങനെ ഒരാക്കാക്കി കഴിഞ്ഞാൽ അടുത്ത സാധനം പോകും. പക്ഷെ അമ്മമ്മ അത് പോത്തില്ല. എന്നിട്ട് കമന്റ് ബോക്സിൽ കയറും, പയ്യന്മാർ ചീത്ത വിളിച്ച് എന്നും പറഞ്ഞിട്ട് അമ്മമ്മ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇതിനകത്ത് വിളിച്ചിട്ട് ചായക്കുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അമ്മമ്മയെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് കാണണ്ട. നമ്മൾ ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ അടുത്ത റീൽ വരും, ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ അടുത്ത റീൽ പോകും. ഈ സാധനം ഇഷ്ടമല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചാൽ മതി, വരത്തില്ല. പിന്നെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റയ്ക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കണം. മെറ്റയാണ് ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ തലപ്പനായിട്ടിരിക്കുന്ന സാധനം. അമ്മമ്മ ബാക്കി പറ. സിനിമാ നടിയും നടന്മാരും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ആൾക്കാരെ കാണിച്ചിട്ടാണ് ചെയ്യണം. ഇവക്ക് 5-6 ഞെക്ക് ഏതെങ്കിലും ആമ്പിളരുടെ. അതായത് അമ്മമ്മ പറയുന്ന സിനിമാ നടിമാരും നടന്മാരും എല്ലാം കാണിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് അമ്മമ്മയ്ക്ക് പ്രശ്നമില്ല, കാണിക്കുന്നതിനുള്ള പ്രശ്നം. ഇപ്പൊ ഈ രേണുസുധിക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് കാണിക്കാം, പബ്ലിക്കായിട്ട് നടുറോട്ടി വന്ന് ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഒരു കഥ സജസ്റ്റ് ചെയ്യുന്നത് പബ്ലിക്കിലാണെങ്കിൽ അത് പബ്ലിക് ചെയ്യണം. ഇവര് അത്രയും അനാവശ്യമൊക്കെ അവർ കാണിക്കുന്നുണ്ടോ? അവര് ഇച്ചിരി അഹങ്കാരമാണ് അവരുടെ ആറ്റിറ്റ്യൂഡിലെന്ന് ഒഴികെ. ഞാൻ ആദ്യം മുതലേ ഞാൻ പറയുന്നത് തന്നെയാണ്, അവരുടെ അഹങ്കാരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലുള്ള അഹങ്കാരം, ആറ്റിറ്റ്യൂഡിലുള്ള അഹങ്കാരം മാത്രമേ ഉള്ളൂ, അല്ലാതെ വസ്ത്രത്തിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ബാക്കി പറ. ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവർക്ക് തയ്ക്കാൻ കളി ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഞെക്ക്. പക്ഷെ അത് കാണാൻ മേലാത്ത നമ്മൾ കാണാൻ എന്തിനാണോ ഞെക്ക്. അമ്മമ്മേ ഇല്ല, സാധനം പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി വരുമ്പോ ഇതിങ്ങനെ അങ്ങോട്ട് മൂടുക, പിന്നെ കാണാൻ പറ്റത്തില്ല. നമ്മളെ കണ്ണു മൂടിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അമ്മമ്മയ്ക്ക് ശശികല അമ്മമ്മ കണ്ണു മൂടിക്കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് കാണാൻ തരത്തില്ല. അമ്മമ്മ കാണണ്ടെന്നേ. പുള്ളിക്കാരിയുടെ ഇത്തരം അതിസുന്ദര സുഖമായ റീലുകൾ കാണാൻ എത്ര ചെറുക്കന്മാരെന്നറിയും ഇവിടെ കാത്തിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ കാണും. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ പ്രശ്നത്തിൽ പെൺകുഞ്ഞുങ്ങളല്ലേ, നാട്ടിലുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആകല്ലേ. കൊച്ചു പാവട വീട്ട് എല്ലാവരും ഇങ്ങനെ ഞെക്കി പിടിച്ച് നടക്കരുന്ന. ഞങ്ങളും ഒക്കെ പാവടപ്രായം കഴിഞ്ഞവരാ. അതാണ് സംഭവം. നമ്മളൊക്കെ പാവടപ്രായം കഴിഞ്ഞവരാ. ഞങ്ങൾക്ക് ഇതിനൊന്നുള്ള അവസരം കിട്ടിയില്ല. പുള്ളിക്കാരിക്ക് മാത്രം ഇവിടുത്തെ ഇതിനു വേണ്ടി അവസരം കണ്ട ചെറുക്കന്മാര് ചെന്ന് ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ് അമ്മമ്മയുടെ ശരിയായ പ്രശ്നം. അതായത് അമ്മമ്മ പറയുന്നത് ഈ രേണുസുധി കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ എന്ന അമ്മമ്മ പറയുന്ന സാധനങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ ഇത് കണ്ട് ആകൃഷ്ടരാകും. അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആകൃഷ്ടരാകും. ഇത് മറ്റേ ഇല്ല പടം പറഞ്ഞ പോലെയാണ്. ഏതാ മാർക്കോ കണ്ടിട്ട് ആൾക്കാരുടെ തലതല്ലി പൊട്ടിച്ചു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പുള്ളിക്കാർ ചെയ്യുന്ന നെഗറ്റീവ് കണ്ടിട്ട് ആകൃഷ്ടരാകും. പക്ഷേ 50 പേര് ഇവിടെ ചെയ്യുന്ന നന്മ കണ്ടിട്ട് ഇവിടെ ഒരു മനുഷ്യനും ആകൃഷ്ടരാവത്തില്ല, ഒരു മനുഷ്യനും ഇൻഫ്ലുവൻസ് ആകത്തില്ലേ. പക്ഷെ ഒരാൾ ചെയ്യുന്ന തിന്മ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴങ്ങ് ആകൃഷ്ടരാകും, നമ്മളത് ഇൻഫ്ലുവൻസ് ആകും, നമ്മളത് ചെയ്യും. അപ്പോൾ ആരുടെയാണ് പ്രശ്നം? അവരുടെ പ്രശ്നമാണോ? ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്ന നമ്മുടെ പ്രശ്നമാണോ? അതോടെ കണ്ടുവെക്കുക. കഴിഞ്ഞ ഉണ്ണിമൂന്നും പറയുന്ന പോലെ ചെയ്യുന്ന മാർക്കോയെ സ്വീകരിക്കാൻ എളുപ്പമാണ്, 6 പാക്ക് ഉള്ള മാർക്കോയെ സ്വീകരിക്കാൻ പാടാണ്. നമ്മൾ അതും ചെയ്യുന്നില്ല, ഇതും ചെയ്യുന്നില്ല. ബാക്കി പറ. എനിക്ക് 57 വയസ്സുണ്ട്. ഇപ്പൊ ചെയ്യുന്ന ആൺപിള്ളേരെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ആങ്ങളമാരെയും അല്ലെങ്കിൽ മക്കളെയും ഒക്കെ വെച്ചിട്ട് ഒത്തിരി പേര് റീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യട്ടെ. നമ്മളൊരു കുലശ്രീ ആയിട്ട് മാറണം. ഇൻസ്റ്റാഗ്രാം റീലിലേക്ക് വരുമ്പോഴത്തേനും കുലശ്രീ ആയിട്ട് മാറണം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു റീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവ്, നമ്മളുടെ മക്കൾ, നമ്മളുടെ സഹോദരങ്ങൾ മുതലായവരുടെ കൂടെ മാത്രമേ റീൽസ് ചെയ്യൂ. അന്യ പുരുഷന്മാരുടെ കൂടെ റീൽസ് ചെയ്യരുത്. അന്യ പുരുഷന്മാരെ നമ്മൾ ഐത്തത്തോടെ കാണണം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താ വിഭാഗമുള്ള ആളാണ് നമ്മുടെ ഈ അമ്മാമ്മ. ബാക്കി പറയാം അമ്മേ. ഈ ശരിക്കും ആണും പെണ്ണുമായിട്ട് വേറായിട്ട് റീൽ ചെയ്യണ ഒരു ഇവിടെ മാത്രമേ കണ്ടു. അങ്ങനെ ഒരു ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ ആരും കാണത്തില്ല. നമ്മൾ ഇന്ന് വരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അന്ന് മുതൽ റീൽ കാണുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലേ. അന്യ പുരുഷന്റെ കൂടെ ഒരു റീൽ ചെയ്യുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടില്ല. രേണുസുധീനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അമ്മമ്മ ബാക്കി പറയാം അമ്മേ. ശശികല അമ്മമ്മ. എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ സാധാരണ റീൽസ് എന്ന് പറയുന്നത്. ഈ എന്തെങ്കിലും പ്രയോജനമുള്ളൊരു സാധനത്തിനാണ് നമ്മൾ റീൽസ് എന്ന് പറയുന്നത്. പ്രയോജനമുണ്ടല്ലോ. രേണുസുധിക്ക് കാശ് കിട്ടുന്നുണ്ട്, കൂടെ അഭിനയിക്കുന്നതിന് കാശ് കിട്ടുന്നുണ്ട്, ആ ചാനലുകൾക്ക് റീച്ച് കിട്ടുന്നുണ്ട്, അമ്മമ്മയുടെ നെറ്റ് പോകുന്നുണ്ട്, നെറ്റ് കമ്പനികൾക്ക് അത് ലാഭം പോകുന്നുണ്ട്. എന്തോരം പ്രയോജനം ഉണ്ട് അതിനകത്ത്. പ്രയോജനം ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് അവരെ എതിർക്കാം. അവരുടെ ചേഷ്ടകൾ ഇഷ്ടമല്ല, അവരുടെ അഭിനയങ്ങൾ ഇഷ്ടമല്ല, നമുക്ക് എതിർക്കാം. പക്ഷേ അതിന് നമുക്കൊരു മാന്യത നമ്മൾ കീപ്പ് ചെയ്യേണ്ടതില്ലേ? ഉണ്ട്. ഇപ്പം നമുക്ക് അവരെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ എതിർക്കാം. ഞാൻ അവരെ എതിർത്ത് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. അവരെയോ അവരുടെ വസ്ത്രധാരണത്തെയോ അവരുടെ രൂപഭാവത്തെയോ ഒന്നുമല്ല നമ്മൾ എതിർക്കേണ്ടത്. അമ്മമ്മ കറക്റ്റ് ബോഡി ഷേമിംഗ് ആണ്. ബാക്കി പറയാം അമ്മ. ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹളി ഇത്
മറ്റേ അയൽക്കൂട്ടത്തിൽ തീർക്കാൻ പറ്റാത്ത ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഫയർ ഉണ്ടല്ലോ, ആ ഫയർ അമ്മമ്മ അങ്ങ് ഇറക്കുവാണ്. അയൽക്കൂട്ടത്തിൽ കൂടുള്ള ചേച്ചിമാരൊന്നും ഇതിനൊന്നും നിന്നു കൊടുക്കുന്നില്ല. ചേച്ചിമാരൊന്നും ഇപ്പൊ അങ്ങനത്തെ ആളുകളല്ല. പണ്ട് കാലത്ത് ഈ കോമഡികളിലൊക്കെ പറയുന്നതാണ് അയൽക്കൂട്ടത്തെ അമ്മമ്മമാർ ഇത്തരത്തിലുള്ള പരദൂഷണ ടീമാണ്. ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഇപ്പൊ ഇതുപോലെ 2-3 അമ്മമ്മമാരുണ്ട്. ഈ അമ്മമ്മമാർക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല. ഈ അമ്മമ്മമാർ ഇങ്ങനെ രോഷം കൊണ്ടിട്ട് ഇതുപോലത്തെ ചില ചാനലിൽ കൊണ്ടങ്ങ് തീർക്കും. ബാക്കി പറ. ഇവൾക്ക് ഈ ഞാനൊന്നും പറയില്ല, ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോകും സാറേ. പിന്നെ അത് ഇത്രയും നേരം അമ്മമ്മ കുറഞ്ഞ സാധനമാണ് പറഞ്ഞുകൊണ്ടിരുന്നേ. ഇതിലും കൂടിയ സാധനം ശശികല അമ്മമ്മയുടെ കയ്യിലുണ്ടോ? എന്റെ പൊന്നടാവേ, ഈ ശശികല അമ്മമ്മയുടെ വീട്ടിലുള്ള ആളുകൾ ബി കെയർഫുൾ. നിങ്ങളെ ഞാൻ അംഗീകരിച്ചു തന്നിരിക്കുന്നു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നിങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ പ്രത്യേകമായി റെക്കമെൻഡേഷൻ ചെയ്യാം. അമ്മമ്മ പറ. ബോഡി ഷേമിങ് ആണെന്നാ അവളെ ഷെയിം ചെയ്തെന്നങ്ങ് പറയരുത്. ഇവിടെ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നത് ഉള്ള കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. സത്യമായിട്ട് തരും കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളു. അതായത് നമ്മുടെ ഈ ശശികല അമ്മാമ്മ ഉണ്ടല്ലോ, ഈ അമ്മാമ്മയും ഐശ്വര്യ റായും കൂടി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ യോ ശശികല അമ്മാമ്മ എന്ത് ഭംഗിയാണിത്, ഐശ്വര്യ റായ് എന്ന് നമ്മൾ ചിന്തിക്കുമെന്നാണ് ഈ അമ്മാമ്മ പറയുന്നത്. അതായത് ഭയങ്കര സൗന്ദര്യമായിട്ടൊക്കെയാണ് നമ്മൾ ഒരാളെ താരതമ്യം ചെയ്യുന്നത്. ഈ സൗന്ദര്യ ബോധം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പലതാണ്. ചിലർക്ക് എന്നെ സൗന്ദര്യമുള്ള ഒരു സുന്ദര സുമുഖനായിട്ട് തോന്നും, ചിലർക്ക് എന്നെ എന്താണ് ഇവൻ എന്ന് തോന്നും. അതൊക്കെ ഓരോ ആളുകളിൽ വ്യക്തി അധിഷ്ഠിതമാണ്. അപ്പൊ നമ്മൾ ഒരാളെ അയാളുടെ രൂപം കൊണ്ടോ ഒന്നും താരതമ്യം ചെയ്യാതിരിക്കുക. അതിനെ നമ്മൾ ബോഡി ഷേമിംഗ് എന്ന് പറയും. അതൊക്കെ അകത്ത് കിടക്കാനുള്ള കേസുള്ള സാമാനമാണ്. അമ്മേ പറ. നേരെ ഫേസ് നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. ക്യാമറ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീക്ക് ഇതൊക്കെ കാണിക്കാം. ക്യാമറ നോക്കി ചിരിക്കാൻ കഴിവില്ലാത്ത സ്ത്രീ ഇതൊന്നും ചെയ്യല്ലേ. അമ്മമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മമ്മയുടെ ഫോട്ടോ ഒന്നും വന്നിട്ടില്ല, അമ്മമ്മ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചിരിച്ചുകൊണ്ട് ഒരു ലൈവ് ഇട്ട് നമ്മുടെ രേണുസുതിക്ക് കാണിച്ച് കൊടുക്കാൻ കിട്ട്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഏതായാലും ഈ അമ്മമ്മ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോവും, പക്ഷേ അവള് വെറും മറ്റവളാ. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാന്യതയ്ക്ക് അത് കോട്ടം തട്ടും, പക്ഷേ അവള് വെറും മറ്റവളാ. കൊള്ളാം, അമ്മമ്മ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇനി രേണുസുതി കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ വന്നു. ഈ ലൈവിൽ വന്നിട്ട് രേണുസുതിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ബോക്സ് അല്ലല്ലോ, ലൈവ് ചാറ്റിൽ കുറെ ചാറ്റുകൾ വന്നു. രേണുസുതിയുടെ അതിമാസ്മരികമായ പ്രകടനം നമുക്ക് കാണാം. നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനാണോ കിഞ്ഞനോ എന്ത് വേടാ നിന്റെ പേര്? അങ്ങ് പുച്ച വാങ്ങ്. എടാ അടി സിംഗന്നെ ഇത് പാടാ നിന്റെ പേര്. ഞാൻ വർക്ക് ചെയ്തെടുത്ത് പണ്ട് എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു. പുള്ളി ഇതേപോലെ ഇത് വേടാ ഇത് എന്ത് തേങ്ങയാടാ നീ കാണിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഈ സമയത്ത് ഞാൻ സ്മരിച്ചിരിക്കുന്നു. സാറേ ഓർത്തിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം. സോ മച്ച്. നീ പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈൽ വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പോലീസുകാരന്റെ പ്രൊഫൈൽ വെച്ചിട്ട് പൊടിന്ന് വിളിച്ചതിനാണോ ഇത്രയും പ്രതികരിച്ചത്? ഈ കണക്കിന് വല്ല കള്ളന്റെ മുഖം മൂടി ഇട്ടിട്ട് പൊടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞേനെ. അതായത് പുള്ളിക്കാരിയെ പൊടി എന്ന് വിളിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫെയിമായിട്ട് നിൽക്കുമ്പോഴത്തേനും നമ്മളെ പലരും ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നമ്മളെ ഏർപ്പെടുത്തും. അതൊക്കെ നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറാവണം. ഇനി ഈ പുള്ളിക്കാരൻ പേഴ്സണൽ മെസ്സേജിൽ എന്തോ കുൽസിതം പറഞ്ഞെന്ന് പറയുന്നുണ്ട്, അത് കേൾക്കാം. വീട്ടിൽ പോയി വിളിക്കണം മറ്റവനെ. താങ്ക് യു ഗോപിക. എന്റെ രേണു ആന്റി ആ കൊച്ചു എത്ര നേരം കൊണ്ട് വിളിക്കുകയാണ്. ഈ നാട്ടുകാരെ ചീത്ത വിളിക്കുമ്പോൾ ആ കൊച്ചിനെ കൂടെ നോക്ക്. അല്ലെങ്കിൽ മിനിമം നമ്മൾ ഇത്തരത്തിൽ രോഷാകുലനായ ലൈവിലേക്ക് ഇടുമ്പോഴത്തേന് ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളെ ആ ലൈവിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. കാരണം എൻ്റെ കൂട്ടുകാരന് പണ്ടൊരു തത്ത ഉണ്ടായിരുന്നു. ഈ തത്തയുടെ അടുത്ത് ഇവൻ എപ്പോഴും പോയിട്ട് നിന്റെ അപ്പൻ്റെ തല എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ തത്ത കൂട്ടിൽ നിന്നും പറന്നുപോയി എൻ്റെ വീടിൻ്റെ മരത്തിന് മണ്ട കയറിയിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ തത്തയെ നോക്കി തത്തമ്മേ എന്ന് വിളിച്ചു. ഇന്ന് വരെ തിരിച്ച് സംസാരിച്ചിട്ടില്ലാത്ത തത്തമ്മ ഇവനെ നോക്കി നിന്റെ അപ്പൻ്റെ തല എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ കുട്ടികളിലേക്ക് ഫീഡ് ചെയ്യുന്ന സാധനങ്ങൾ വേറെ തലയിലേക്ക് നിൽക്കുന്ന എന്തെങ്കിലും ഒരു സമയത്ത് ഇവർ തിരിച്ചു പറയും. സോ കുട്ടികളെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ബി കെയർഫുൾ. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനല്ല മദർ തെരേസയാ. പോകാം എന്റെ വായിൽ എന്റെ ലൈവിൽ വന്ന് എന്നെ ചീത്ത വിളിച്ച എൻ്റെ ലൈവിൽ വന്ന് എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ആഴ്ച കവാല തെറിപ്പിച്ച് കളയും കളപ്പയിലെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതിനുള്ള കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പേ പുള്ളിക്കാരിയുടെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേനും പുള്ളിക്കാരി ഞാൻ നെഗറ്റീവുകളെ ഉള്ളിലേക്ക് എടുക്കുന്നു, നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് വാ എന്ന് പറഞ്ഞ് കോരിത്തരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേൾപ്പിക്കാം. അങ്ങനെ കേട്ടൊരാൾ ഇതിനൊന്നും കോരിത്തരിക്കാൻ പാടില്ല. എനിക്കൊന്നും കണ്ട സങ്കടമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മറ്റേ സൈക്കോ നെഗറ്റീവ് കേട്ട ഇങ്ങനെ ഉള്ളിൽ സന്തോഷം വരും. എന്താണ് എനിക്കറിയാം. പറയാത്തത് നോക്കാണല്ലേ ഞാൻ ഇപ്പൊ എങ്ങനെയാ നെഗറ്റീവ് അതാട്ടെ ഇപ്പൊ അവിടെ നെഗറ്റീവ് ഇട്ടോളൂ സൈക്കോ ആയി മാറി. നെഗറ്റീവ് ഇട്ടോളൂ. ഞാൻ നെഗറ്റീവ് ആകുമ്പോൾ ആണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി കാണാം.
പറ ബാക്കി. കേക്കട്ടെ. പോടാ, നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം. നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം. വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് അങ്ങനെയല്ലോ, നിന്റെ സ്വന്തമല്ല എന്റെ സ്വന്തം എന്നുള്ളതല്ലായിരുന്നോ? ഇത് വേറെയാ, ആ ഡയലോഗ് ഒന്നും അല്ല ഇത്. പോടുന്നു വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചു എന്റെ കുറ്റി അടിച്ചാൽ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? നീ മുതുക്കനാണോ? മുതുക്കൻ എന്റെ സോറി എന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കുന്നു. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നത്. ഏതാ മുതുക്കൻ? നീ ഒരു അപ്പച്ചനാണ്. നീ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്ന കാര്യമില്ല. മുതുക്ക തെറി മുന്നേ വിളിച്ചിട്ട് തെറി വിളിച്ചാൽ എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ചാൽ എനിക്കെന്നാ പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. പോടാ എന്റെ ലൈവ് വരാതെ. പോടാ. പോയി ഞാൻ നിർത്തി. അപ്പൊ പുള്ളിക്കാരി പെട്ടെന്ന് പ്രൊവോക്ക് ആവുന്നു. എനിക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ബേസിക്കലി ഈ നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം പുള്ളിക്കാരി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്ട് ക്രിയേറ്റ് ചെയ്ത സാധനം പുള്ളിക്കാരി സ്റ്റോറി ഇട്ടതാണ്. പുള്ളിക്കാരിയെ കാണാൻ അസിനെ പോലെയും നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിനെ കാണാൻ സൂര്യയെ പോലെയും. ഈ അസിൻ ഞാൻ പിന്നെ സമ്മതിക്കും, ഞാൻ ഒരു സൂര്യ ഫാനാണ്. അങ്ങനെ പറഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. നമ്മളുടെ സൗന്ദര്യത്തെ നമ്മൾ തന്നെയാണ് പൊക്കി പറയേണ്ടത്. നമുക്ക് നമ്മൾ സൗന്ദര്യമുള്ളവരാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ സൗന്ദര്യമുള്ളവരാണ്. അതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും യാതൊരു റൈറ്റ്സും ഇല്ല. പക്ഷേ നമ്മളായിട്ട് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബോധപൂർവം നെഗറ്റീവ് ഉണ്ടാകണം, നെഗറ്റീവ് എനിക്ക് അങ്ങ് കിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പറയുന്ന പറഞ്ഞാൽ തിരിച്ചു വേണ്ടി തന്തയ്ക്ക് വിളിക്കുന്ന എന്ത് സെറ്റപ്പാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കൊള്ളാം. രേണുസുതി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നിങ്ങൾ മാക്സിമം ലൈവ് ഒന്നും വരാതിരിക്കുക. നിങ്ങൾക്കുള്ള നെഗറ്റീവുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോസിറ്റീവാക്കി മാറ്റുക. നിങ്ങൾ ഈ നെഗറ്റീവിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഹെയ്റ്റ് നിങ്ങൾ കൂടുതലായിട്ട് ഏറ്റുവാങ്ങും. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു വലിയ വിലങ്ങുതടിയായി മാറും എന്നുകൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിച്ചോളുന്നു. ഇവര് മാക്സിമം നമ്മൾ കാണുന്ന ആളുകൾ ഇവരെ ബോഡി ഷെയിം ചെയ്യാതിരിക്കുക. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ടെ. അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അതിടുന്നതിന് യാതൊരു പരാതിയില്ല. അവർ നല്ല രീതിയിൽ ജനങ്ങളോട് മിങ്കിൾ ചെയ്യുക, നല്ല രീതിയിൽ ഒരു ഹെയ്റ്റ് മാറ്റാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മുന്നോട്ടുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ യാത്രയായിരിക്കും എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ നടത്തുന്ന മറ്റു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.